ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോഴിക്കോട് മിഠായി തെരുവ് അഥവാ SM സ്ട്രീറ്റിൽ നമുക്ക് കിട്ടുന്ന ഇൻവിസിബിൾ ചെയിനിന് യോജ്യമായിട്ടുള്ള കുറച്ച് പെൻഡൻസ് ആണ്. ഓൺലൈനിലൊക്കെ വരുത്തിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഓൺലൈനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ വില കൂടി പറഞ്ഞുതരാം. അതുപോലെ ഓൺലൈനിൽ എത്രയാണ് വില വരുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വലിയ പെൻഡൻസിനൊക്കെ, മാങ്ങാമരയുടെയൊക്കെ ഷേപ്പുള്ള വലിയ പെൻഡൻസിനൊക്കെ 60 രൂപ വരുന്നുണ്ട്. ഒറ്റൊരു പെൻഡൻറ്റിന് 60 രൂപ വരുന്നുണ്ട്. ചിലപ്പം ഇതിനേക്കാളും പൈസ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ എനിക്കത് കുറച്ചധികം ആയി തോന്നി. വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണെങ്കിൽ 15 രൂപയാണ് പറഞ്ഞത് ഒരു പെൻഡൻറ്റിന്. അതുപോലെ ലോട്ടസിൻ്റെ ആണെങ്കിലും 15 രൂപ തന്നെയാണ് പറഞ്ഞത് പെർ പെൻഡൻറ്റ്. പിന്നെ ഗ്രീൻ കളർ വരുന്ന ലോട്ടസിനൊക്കെ പെർ പീസ് വരുന്നത് തന്നെ 25 റുപ്പീസാണ്. ഇതൊക്കെ കുറേ ചാംസാണ്. ഞാൻ ജസ്റ്റ് നോക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് കുറച്ച് പേര് ലോട്ടസിൻ്റെ കുറച്ച് ലോക്കറ്റ് വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവിസിബിൾ ചെയിൻ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇതൊക്കെയാണെങ്കിൽ 60 രൂപ വരുന്നുണ്ട്. നമ്മുടെ പാലക്കയുടെ ലോക്കറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമ്മളൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഒരു ഇൻവിസിബിൾ ചെയിൻ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു പെൻഡൻറ്റിന് ഇത്രയും പൈസ വരുമ്പം. ഇതാണ് ഞാൻ പറഞ്ഞത്, 25 റുപ്പീസായിരുന്നു ഈ ഒരു പീസിന്. ഇത് തന്നെ ഓൺലൈനിലാണെങ്കിൽ ഇതിനേക്കാളും ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് നമുക്ക്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കി നോക്കിക്കോളൂ. ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. ഇത് കുറച്ച് പൈസ കുറവായിട്ട് ഫീൽ ചെയ്തു. 8 രൂപ അങ്ങനെ ആയിരുന്നു മയിൽ പീരീഡ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കളക്ഷൻസ് അവിടെ ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ തീർന്നതാണ്. പല കളർ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ ഒരു പീസിന് തന്നെയാണ് 25 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മാല ഉണ്ടാക്കുമ്പം ജസ്റ്റ് ആ പെൻഡൻറ്റ് മാത്രം തന്നെ 75 രൂപയാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 രൂപ വരുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു വലിയ പെൻഡൻറ്റൊക്കെ 60 രൂപ വരുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് ആ ചാംസ് ബട്ടർഫ്ലൈൻ്റെത്. അത് ചെറിയൊരു പൈസ ഉണ്ടായിരുന്നുള്ളൂ, 6 രൂപ. ഇതൊക്കെ പല കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പാലക്കയുടെ തന്നെ ബ്ലാക്കും റെഡും ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ. ഇതൊക്കെ ചാംസാണ്. ഇതൊക്കെ വലിയ പൈസ വരുന്നില്ല. ഒരു 8 രൂപയ്ക്കൊക്കെ നമുക്കൊരു 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ചാംസ് ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് കളക്ഷൻസ്. അതൊക്കെ 8 രൂപയും 10 രൂപയൊക്കെ ആയിരുന്നു ഓരോരോ ബീഡ്സിന് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്, ഒരുപാട് മുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 90 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ പാലക്ക ഉണ്ടാക്കുമ്പം കുറച്ചുകൂടി ക്വാളിറ്റി കൂടി നല്ല മുത്തുകൾ ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് വാങ്ങിച്ചത്. ഞാൻ ഇതേ പെൻഡൻസൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ വാങ്ങിക്കാൻ നോക്കുക. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് ജസ്റ്റ് ഞാൻ വീട്ടിൽ വന്ന ശേഷം തുറന്ന് നോക്കുന്നതാണ്. മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ തീരെ കിട്ടാത്തവർ മാത്രം എൻ്റെ അടുത്ത് ചോദിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇങ്ങനെ കൂടി വരുന്നുമുണ്ട്. അപ്പം എല്ലാവരും ജസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ഓണമൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ലോട്ടസ് മാലയുടെ കൂടെ തന്നെ മഞ്ചാടി വെച്ചിട്ടും കുറച്ച് സാധനങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും സക്സസ് ആവും, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്, അതുപോലെ എത്ര പൈസയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് എൻ്റെ DM-ലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.